ഹലോ ഓൾ, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ആദ്യമായി ഞാൻ ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കാം, എന്നിട്ട് അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. You must have seen children growing up in your house, your neighbors, or even your relatives' house. You must have also noticed that babies hardly speak an intelligible word like papa or mama by referring it to aunt, dad, or mom until perhaps the first 6 months. And how did they learn it? They did not read a text, nor did their parents hand over pencil and paper to write papa or mama repeatedly. So how do you think they learned? Well, it's simple. The babies listened attentively to the sound papa or mama, which their parents uttered with the hope that their child would call them papa or mama. Now, to utter this sound papa or mama, which has only 2 syllables each, is comparatively easy to pronounce, unlike other words with more than 2 syllables. A syllable is the unit of pronunciation having a vowel sound. Then, day after day, the baby continues to hear more words, phrases, and sentences like milk, nice baby, or the bird flew away. The baby listens attentively to such utterances and attempts to imitate such sounds. And you have seen in the behaviorist theory of learning that following a correct imitation through repetition, when someone acknowledges or praises the learner, it becomes a kind of reinforcement, prompting the learner to imitate new words, phrases, and sentences and receive some kind of prize for own effort. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം പറയാം. നിങ്ങളുടെ വീട്ടിലോ അതല്ലെങ്കിൽ അയൽവാസിയുടെയോ ബന്ധു വീട്ടിലോ പോലും കുട്ടികൾ വളരുന്നത് നിങ്ങൾ കണ്ടിരിക്കണം. ഒരുപക്ഷെ ആദ്യത്തെ 6 മാസം വരെ കുഞ്ഞുങ്ങൾ സ്വന്തം അച്ഛനോ അമ്മയോടോ പരാമർശിച്ചുകൊണ്ട് പപ്പ അല്ലെങ്കിൽ അമ്മ പോലെ മനസ്സിലാക്കാവുന്ന ഒരു വാക്ക് സംസാരിക്കുന്നില്ലെന്നും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ എങ്ങനെയാണ് അവർ അത് പഠിച്ചത്? അവർ ഒരു വാചകം വായിക്കുകയോ പപ്പ എന്നോ അല്ലെങ്കിൽ അമ്മ എന്നോ അവർ ആവർത്തിച്ച് എഴുതാൻ അവരുടെ മാതാപിതാക്കൾ പെൻസിലും പേപ്പറും കൈമാറുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ എങ്ങനെ അത് ചെയ്യുന്നു, അങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? എങ്ങനെയാണ് നിങ്ങൾ അത് ചിന്തിക്കുന്നത്? അത് വളരെ ലളിതമാണ്. കുട്ടികൾ തങ്ങളെ പപ്പ അല്ലെങ്കിൽ അമ്മ എന്ന് വിളിക്കുമെന്ന പ്രതീക്ഷയോടെ മാതാപിതാക്കൾ ഉച്ചരിക്കുന്ന പപ്പ അല്ലെങ്കിൽ അമ്മ എന്ന ശബ്ദം കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുന്നുണ്ട്. ഇപ്പോൾ 2 അക്ഷരങ്ങൾ മാത്രമുള്ള പപ്പ അല്ലെങ്കിൽ മാമ എന്ന ശബ്ദം ഉച്ചരിക്കുന്നത് 2ൽ കൂടുതൽ അക്ഷരങ്ങളുള്ള മറ്റ് വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉച്ചരിക്കാൻ താരതമ്യേന എളുപ്പമാണ്. ഒരു സ്വരാക്ഷര ശബ്ദമുള്ള ഉച്ചാരണ യൂണിറ്റാണ് ഒരു അക്ഷരം. തുടർന്ന് ദിവസം തോറും കുഞ്ഞ്, പാൽ, നല്ല കുഞ്ഞ് അല്ലെങ്കിൽ പക്ഷി പറന്നുപോയി തുടങ്ങിയ കൂടുതൽ വാക്കുകളും വാക്യങ്ങളും കേൾക്കുന്നത് അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കുഞ്ഞ് അത്തരം വാക്കുകളെ ശ്രദ്ധയോടെ കേൾക്കുകയും അത്തരം ശബ്ദങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കാണാറുള്ളതാണ്. ആവർത്തനത്തിലൂടെ ശരിയായ അനുകരണത്തെ പിന്തുടരുമ്പോൾ ആരെങ്കിലും പഠിതാവിനെ അംഗീകരിക്കുകയോ പുകഴ്ത്തുകയോ ചെയ്യുമ്പോൾ അത് ഒരു തരം ബലപ്പെടുത്തലായി മാറുകയും പുതിയ വാക്കുകളും ശൈലികളും വാക്യങ്ങളും അനുകരിക്കാനും പഠിതാവിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായി ബിഹേവിയറിസ്റ്റ് സിദ്ധാന്തത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്, എ ചൈൽഡ് ഇൻ ദ ഇനീഷ്യൽ ഇയേഴ്സ് ഓഫ് ലേണിംഗ് എ ലാംഗ്വേജ് വുഡ് ബി കണ്ടിന്യൂസ്ലി ബി ലിസണിംഗ് ടു എ സൗണ്ട് ഓർ അറ്ററൻസസ് and orally, remembering the same, and after some time this knowledge is later reproduced for communication in the initial years of language development. This process forms the basis of a method of language teaching which was popular in Europe more than a century ago. It is called the ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. ഒരു ഭാഷ പഠിക്കുന്ന ആദ്യ വർഷങ്ങളിൽ ഒരു കുട്ടി തുടർച്ചയായി ഒരു ശബ്ദമോ ഉച്ചാരണമോ കേൾക്കുകയും വാമൊഴിയായി കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ശബ്ദമോ ഉച്ചാരണമോ ഒക്കെ വാമൊഴിയായിട്ട് കേൾക്കുന്നുണ്ട്. അത് കുറച്ച് സമയത്തിന് ശേഷം ആ കുട്ടി എന്താക്കും? ഓർക്കുന്നുണ്ട്. ഭാഷാവികാസത്തിൻ്റെ പ്രാരംഭ വർഷങ്ങളിൽ ആശയവിനിമയത്തിനായി ഈ അറിവ് പിന്നീട് പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു നൂറ്റാണ്ട് മുമ്പ് യൂറോപ്പിൽ പ്രചാരത്തിലിരുന്ന ഭാഷാ അധ്യാപന രീതിയുടെ അടിസ്ഥാനം ഈ ഒരു പ്രക്രിയയാണ്. അതിനെ ശ്രവണ ഭാഷാ രീതി എന്നെന്താക്കുകയും ചെയ്യുന്നുണ്ട്, വിളിക്കുകയും ചെയ്യുന്നുണ്ട്.
നമ്മൾ തേർഡ് പാരഗ്രാഫിലേക്ക് കടക്കുമ്പോൾ ദ ടീച്ചർ റെഗുലർലി പ്രസൻറ്റ്സ് ഡയലോഗ്സ് ഫോർ ലിസണിങ് ആൻഡ് ഇമിറ്റേഷൻ ബൈ ദ ലേണർ. Then select structures which the students are expected to master in that dialogue is drilled. Following this, the learner is made to read the text of the dialogue, and later an activity related to writing is also given. That is through listening and imitation of an utterance of the teacher, followed by performance of controlled tasks. Students acquire a new form of verbal behavior. ALM draws on behaviorist principles such as imitation and repetition for learning language. ഇതിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, പഠിതാവിന് കേൾക്കാനും അനുകരിക്കാനുമുള്ള സംഭാഷണങ്ങൾ അധ്യാപകൻ പതിവായി അവതരിപ്പിക്കുന്നുണ്ട്. തുടർന്ന് ആ സംഭാഷണത്തിൽ വിദ്യാർത്ഥികൾ പ്രാവീണ്യം നേടാൻ പ്രതീക്ഷിക്കുന്ന ഘടനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇതിനെ തുടർന്ന് പഠിതാവിന് സംഭാഷണത്തിൻ്റെ വാചകം വായിക്കാൻ പ്രേരിപ്പിക്കുകയും പിന്നീട് എഴുത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും നൽകുകയും ചെയ്യുന്നു. അതായത് അധ്യാപകൻ്റെ ഒരു വാചകം കേൾക്കുന്നതിലൂടെയും അത് അനുകരിക്കുന്നതിലൂടെയും നിയന്ത്രിത ചുമതലകൾ നിർവഹിക്കുന്നതിലൂടെയും വിദ്യാർത്ഥികൾ എന്താകുന്നുണ്ട്, വാക്കാലുള്ള പെരുമാറ്റത്തിൻ്റെ ഒരു പുതിയ രൂപം നേടുന്നുണ്ട്. ഭാഷ പഠിക്കുന്നതിനുള്ള അനുകരണവും ആവർത്തനവും പോലുള്ള ബിഹേവിയറിസ്റ്റ് തത്വങ്ങളിൽ ALM എന്താക്കുന്നുണ്ട്, വരയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ മെയിനായിട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.